ട്രെൻഡി ഗിഫ്റ്റിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നൊരു ബുക്ക് ആൽബം ചെയ്താലോ? A5 സൈസുള്ള ബുക്ക് ആൽബമാണ് കേട്ടോ ഇന്ന് നമ്മൾ സെറ്റാക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് നമ്മളെ സ്ഥിരം ആപ്പായ ക്യാൻവ തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് A3 ഡോക്യുമെൻ്റാണ് കേട്ടോ സെലക്ട് ചെയ്യാൻ പോണത്. ഈ ഒരു പേജിനെ നമുക്ക് 2 A4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എലമെൻറ്റ്സ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെർച്ച് ബാർ കാണാൻ പറ്റും. അതിൽ നമുക്ക് ലൈൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ഇഷ്ടംപോലെ ലൈൻസ് കാണാം. അതിൽ ഞാനൊരു ലൈന് ചൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലൈന് ആ A3ൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അത് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്തെടുത്തിട്ടൊരു ലൈനാക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണ് A3ൻ്റെ കറക്റ്റ് സെൻറ്റർ A4 ആയിട്ട് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇത് സെൻറ്റർ കറക്റ്റ് അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിങ്ക് പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, അതവിടെ കറക്റ്റ് സെൻട്രലായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻറ്ററാണ് എന്നുള്ളത്. അപ്പോൾ നേരെ കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുക്കാം. നമ്മളെ A4 പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ A5 ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ അതിൻ്റെയും സെൻറ്ററാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പിങ്ക് കളറിൽ ഒരു ലൈൻസ് വരും. അപ്പോൾ അവിടെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റ് A5 4 A5 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഓരോ പേജിലും ഫോട്ടോസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗാലറി എന്ന ഓപ്ഷനിൽ പോയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓരോ ഫോട്ടോസും ഓരോ പേജിലായിട്ട് സെലക്ട് ആക്കാൻ പോവാണ്. അങ്ങനെ ഓരോ ഫോട്ടോസ് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ക്ലാരിറ്റി ഒക്കെ നോക്കണം, ക്ലാരിറ്റി ബ്ലറായി പോവാതെ നല്ല രീതിക്ക് തന്നെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം പറയാണ്, ഒരു സ്മോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബിഗിന്നേഴ്സിനും ക്രാഫ്റ്റേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ നമ്മളെന്നും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളെ വർക്ക്സ് പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്തിട്ടാലും നമ്മൾ വാട്സപ്പ് നമ്പറോ ലിങ്കോ എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ബയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ വാട്സപ്പ് ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 ഫോട്ടോസും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് A5 ആക്കിയിട്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ PNGയിൽ PDF സ്റ്റാൻഡേർഡ് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എഡിറ്റ് ആക്കിയിട്ടുള്ള ഷീറ്റ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. A3 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. 4 പാഡ്സ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈസിലാവും കേട്ടോ വരിക. ഇനി നമുക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പേപ്പർ കട്ടർ ആവശ്യമാണ്. പേപ്പർ കട്ടർ മസ്റ്റാണെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ സിസർ യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്യാറുണ്ട്. എനിക്കധികം അതാണ് യൂസ്ഫുൾ ആവാറ്. അപ്പോൾ ഞാൻ രണ്ടും മിക്സാക്കി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കസ്റ്റമറുടെ ഡൗട്ട്സാണ് കേട്ടോ, ഫോണിലെടുത്ത ഫോട്ടോസ് ആൽബാക്കി ചെയ്യാൻ പറ്റുമോ, ക്ലാരിറ്റി ഉണ്ടാവുമോ എന്താണെന്നുള്ളതൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ക്യാമറയിലെടുത്തതായാലും ഫോണിലെടുത്തതായാലും ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി. നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അതേ ക്ലാരിറ്റി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബിഗിന്നേഴ്സിനുള്ള ഡൗട്ട്സാണ്, ഇതിനൊക്കെ ഇങ്ങനെ റേറ്റ് ഇടുക, ഇതൊക്കെ സെയിലായി പോവുമോ, ഓവർ റേറ്റ് ഇട്ടാൽ കസ്റ്റമർ വാങ്ങിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളെ വർക്കിൻ്റെ വാല്യൂ നമ്മളാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും പ്രൈസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ആൽബം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എഡിറ്റാക്കി ഓരോ പേഡ്സാക്കി സെറ്റാക്കണം. പിന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, പ്രിൻറ്റിങ് ചാർജ്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മളൊരു പ്രൈസ്
സെറ്റാക്കാൻ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് മെയിനാണ്. ഈ ബൈൻഡിങ് കാര്യങ്ങളൊക്കെ ആകുമ്പം നമ്മൾ അത്യാവശ്യം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെയും പേപ്പേഴ്സിൻ്റെയും കാര്യത്തിലൊക്കെ ഓരോരുത്തർക്ക് ഡൗട്ട്സ് ഉണ്ട് കേട്ടോ. ഏത് പേപ്പറാണ് യൂസ് ചെയ്യുക, ഏത് പ്രിൻ്റാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊരു ആൽബം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തിക്നെസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ നോക്കുക. 300 GSM 220 GSM അങ്ങനെ മാക്സിമം തിക്നെസ് നോക്കിയിട്ട് പ്രിൻ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് പേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിക്നെസ് ഒന്ന് കുറച്ചിട്ടുള്ള പ്രിൻറ്റിങ് നോക്കുക. കാരണം നമുക്ക് ആ ബൈൻഡിങ് ഒന്നും അതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. ബൈൻഡിങ്ങിൽ എല്ലാ പേജസും ഇൻക്ലൂഡായി കിട്ടില്ല നല്ല തിക്ക് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ 20 പേജസ് 20 ഫോട്ടോസ് അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ 220 GSM എടുത്തിട്ടാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ബൈൻഡിങ്ങിൽ എല്ലാതും ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. സിമ്പിളായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിങ്ങിൽ ട്രാൻസ്പെറൻസി കുറച്ചിട്ട് ലൈൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ബുക്ക് ആൽബത്തിൻ്റെ പ്രോസസ്സിങ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി, വാട്സപ്പ് ലിങ്ക് അയക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.